ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്യാരറ്റ് ആൻഡ് മിൽക്ക് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. അതിനുവേണ്ടി നമ്മളൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് നമ്മളതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ അരച്ച് റെഡിയാക്കി അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ വളരെ കുറച്ച് മാത്രം അളവിൽ കോക്കനട്ട് മിൽക്കും കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അതും നമുക്ക് അരിച്ചെടുക്കാം. കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇവിടെ അരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഒഴിച്ചു. നമ്മൾ കോൺഫ്ലവറാണ് ഈ പുഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോൺഫ്ലവർ കുറച്ച് കോക്കനട്ട് മിൽക്ക് ചേർത്ത് നമുക്കത് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിൻ്റെ കോൺഫ്ലവർ നമ്മൾ ലൂസാക്കി എടുത്ത് ഇനി ക്യാരറ്റ് ലോ ഫ്ലെയിമിൽ സോസ് പാനിൽ ക്യാരറ്റ് ജ്യൂസ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചൂടാക്കാൻ ഇളക്കിക്കൊടുക്കുകയാണ്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ക്യാരറ്റ് ജ്യൂസ്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് ഷുഗർ മതി. നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് ഷുഗറും ആഡ് ചെയ്തു. അതിലേക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്കും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് ആൻഡ് മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇളക്കി അത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുറുകാൻ തുടങ്ങും. ഇപ്പോൾ ചെറുതായിട്ട് കുറുകാൻ തുടങ്ങി. നമ്മൾ കൈ വിടാതെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് ഏകദേശം കുറുകിയിട്ടുണ്ട്. നന്നായി കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേച്ച് പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് ബൗൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പുഡിങ് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് പാത്രങ്ങളിൽ ഒഴിച്ച് വെക്കാം. ഇത് ഒഴിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതെടുത്ത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ലൊരു പുഡിങ്ങാണ്. ഇതിന് വേറെ ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. കോക്കനട്ട് മിൽക്കിൻ്റെ തന്നെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. കാരണം അത് നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത് മതി കഴിക്കണം. സ്വല്പം ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്.